കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇന്നത് കാണാനിടയായി. അത് കുറേ ആളുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അതായത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ച് തുടങ്ങിയിട്ട് ഇന്ന് 24 ദിവസമാവുന്നു. ഈ 24 ദിവസം കൊണ്ട് സംഭവിച്ചത് എന്താണ്? ഈ 3 രാജ്യങ്ങൾക്ക് ഒരുപാട് നഷ്ടം വന്നു. 3 പറഞ്ഞാൽ അമേരിക്കയിൽ ചെന്ന് കയറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇവിടെ ഉള്ളത് മുഴുവൻ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയ്ക്കും. മാത്രമല്ല ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഓരോ ദിവസവും അമേരിക്കയുടെ ചിലവുണ്ടാക്കുന്നത്. എന്തിനു വേണ്ടി? ഇസ്രായേലിന് വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്യുന്നുവെന്ന് അമേരിക്കക്കാർ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇത് ഒരു 3 ദിവസം കൊണ്ട് ഇറാനെ പൊടിച്ച് കൈ കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ അങ്ങോട്ട് തുടങ്ങിയതാണ്. ഈ മൊസാദിൻ്റെയും CIA ഒക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്രമല്ല ഈ ട്രംപ് തന്നെ പറഞ്ഞതാണ് നേരത്തെ, അതായത് 2025 ജൂണിലാണെന്ന് തോന്നുന്നു നേരത്തെയുള്ള യുദ്ധം വന്നപ്പോൾ, അവിടെ ഞങ്ങൾ ഇറാൻ്റെ 3 ആണവ നിലയങ്ങൾ മുഴുവൻ ആക്രമിച്ച് മുഴുവൻ നശിപ്പിച്ചു, അത് വൈപ്പ് ഔട്ട് ചെയ്തു. അവർക്ക് ഇനി അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അവർ ന്യൂക്ലിയർ വെപ്പൺ അവർക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അതൊരു ആ രീതിയിൽ ആക്കിയെന്ന് പറഞ്ഞു. പിന്നെന്തിനായി ഇവർ ഉപദ്രവിക്കാൻ പോയേ? എന്തോ പറഞ്ഞോണ്ടാ? അപ്പോൾ അവർ അമേരിക്കയിലുള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കൂടെ അനുയായികളും മുഴുവൻ പറഞ്ഞു അത് വൈപ്പ് ഔട്ട് ചെയ്തു. ഇറാനിന് ഇനി ആണവശേഷി ഇല്ല, ഒരിക്കലും കൈവരിക്കാൻ പറ്റത്തില്ല. ആ 3 നിലയങ്ങൾ ഞങ്ങൾ തകർത്ത് കഴിഞ്ഞു, മൊത്തം തകർത്ത് തരിപ്പണമാക്കി എന്ന് പറഞ്ഞു. ശരി, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇറാൻ അങ്ങനെ ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ ആക്രമിക്കാൻ പോകുന്നത്? അതല്ല. കാരണം എന്താ? അവിടെ ഒരു റെഷീം ചേഞ്ച് ഉണ്ടാക്കണം, അവിടുത്തെ മാറ്റിയിട്ട് അത് ഇസ്രായേലിൻ്റെ താല്പര്യമാണ്. ഇതിനെ ഒരു 4 ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് ഇറാനെ മാറ്റി അവിടെ എല്ലാം അശാന്തി എന്നത്തേക്കും കിടന്ന് അടിക്കത്തക്കവണ്ണം ദരിദ്ര രാജ്യങ്ങളായിട്ട് ഇതിനെ മാറ്റണം. ഇത് മുൻകൂട്ടി കണ്ടു ഇറാൻ. ഇത് അവരത് നോക്കിയിരിക്കുകയായിരുന്നു. അവർക്കറിയാം അവരെന്നായാലും ഇവർ അറ്റാക്ക് ചെയ്യും എന്നുള്ള വിവരം അറിയാം. അതുകൊണ്ട് അവർ അണ്ടർഗ്രൗണ്ടിൽ അവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നഗരങ്ങൾ തന്നെ ഉണ്ടാക്കിയേക്കാണ്. മുകളിലൊന്നുമില്ല. അവരെ മിസൈൽ ശേഖരം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അകത്താണുള്ളത്. അത് അവിടുന്ന് ഇവർക്കാർക്കും അതിനെ അറ്റാക്ക് ചെയ്യാനൊന്നും പോയിട്ടുള്ള ഒരു മാർഗവുമില്ല. ഈ 500 മീറ്റർ, അതായത് 1/2 കിലോമീറ്റർ താഴെ പോകുന്ന ബോംബുകളും ബസ്റ്റർ ബങ്കർ ബോംബൊന്നും ഇപ്പം അതൊന്നും ഇല്ല, നടക്കുന്ന കാര്യവുമല്ല. മാത്രമല്ല ഇത് എവിടാണെന്ന് എങ്ങനെ അറിയും? ഒന്നും അറിയാൻ പറ്റത്തില്ല. ഏതായാലും ഇറാൻ അങ്ങനെ ഇരുന്നു. ഇരുന്നുകൊണ്ട് ഒരിക്കലും ഈ ട്രംപ് ഒന്നും മുൻകൂട്ടി കണ്ടില്ല ഇതൊരു എക്കണോമിക് വാറായിട്ട് മാറുമെന്ന്. എക്കണോമിക് വാറെന്ന് പറയുന്നത് സാമ്പത്തിക യുദ്ധം. ആ രീതിയിൽ ഇറാൻ അത് മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇറാൻ്റെ വിജയം. അതായത് ഹോർമോസ് കടലിടുക്ക് അവർ നിയന്ത്രിച്ചു. ഇന്ത്യയുടെ തന്നെ ഏതാണ്ട് 22 കപ്പലെങ്ങാണ്ട് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ. അത് ഏതാണ്ട് 30 കിലോമീറ്റർ വീതിയുള്ള കടലിടുക്കാണെങ്കിൽ പോലും ഈ ചില സ്ഥലങ്ങളിൽ ഈ പാസ് ചെയ്യാൻ വെറും 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആ വീതിയിൽ ഉള്ളതേ ഉള്ളൂ. ബാക്കി അവിടെ അതുപോലെ 2 സൈഡിലും വലിയ പാറക്കെട്ടുകളും ഇതൊക്കെയാണ്. അവിടെ നിന്ന് മേളിൽ നിന്നൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല ഒരു കപ്പലിനെ. അപ്പോൾ ആദ്യം ഇവിടെ ചൊറിഞ്ഞ് നാശമാക്കി വെച്ചതിന് ശേഷം ട്രംപ് പറഞ്ഞു ഇത് ഞങ്ങൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കും, അതിലെ കപ്പലുകൾ പാസ് ചെയ്യാനെന്ന്. എവിടെ കൊടുത്തോ? ഇല്ല, നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളതിന് ഇൻഷുറൻസ് കൊടുക്കും. അതും നടന്നില്ല. പിന്നെ അവസാനം പറഞ്ഞു അതിപ്പോൾ ഞങ്ങളല്ല അത് മാറ്റേണ്ടത്, അവിടുത്തെ തടസ്സം മാറ്റേണ്ടത് അത് ഉപയോഗിക്കേണ്ട ആളുകളാണെന്ന്. കാരണം അവിടെ ചൊറിഞ്ഞ് നാശമാക്കി വെച്ച് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതിന് ശേഷം ഇയാൾക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന്. ഇങ്ങനെ പറയുന്ന ആളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഏത് കാര്യവും കയറി ഏറ്റെടുക്കുന്നതാണ് ഈ നമ്മൾ പറയുന്ന 8 കാലി മമ്മൂഞ്ഞിൻ്റെ പണിയാണ് കയ്യിലിരിക്കുന്നത്. എന്തായാലും 8 കാലി മമ്മൂഞ്ഞ് ഇപ്പം ആ പടി പുലിവാലി പിടിച്ചതുപോലായി. ഒരു രക്ഷയില്ല. പിടിവിട്ടാൽ പുലി കടിക്കും, പിടിവിടാനൊക്കത്തില്ല, മാർഗമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോവുകയും വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പം തന്നെത്താൻ അങ്ങ് തീരുമാനിച്ചു. ഞങ്ങൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു. യുദ്ധം ജയിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇസ്രായേലിലേക്ക് ഇസ്രായേലിലെ ടെല്ലവീവ് എന്ന് പറയുന്ന സ്ഥലമൊന്ന് കാണണം. അത് നമുക്ക് എപ്പോഴും കാണാൻ കിട്ടത്തില്ല. ഇപ്പോൾ അത് ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ആ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളാണ് മുഴുവൻ കാണാനുള്ളത്.
ടെലവീവ്. അപ്പോൾ അത്രത്തോളം നാശം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുക, അടുത്ത ഇലക്ഷൻ ഉടനെ. അപ്പോൾ അവിടെ അത് ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ നെതന്യാഹു അകത്താണ്. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു മാർഗത്തിനാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഏതാണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്ന രീതിയിൽ പോകുന്നത് അതുകൊണ്ടാണ്. അതെന്തോ ആയിക്കോട്ടെ. ഏതായാലും ഈ എക്കണോമിക് വാർ ആയിട്ട് മാറി. ലോകത്ത് ക്രൂഡിൻ്റെ വില കുതിച്ചുയർന്നു. കുതിച്ചുയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാരലിന് ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു ബാരലിന് $112 മാറി. അപ്പോൾ ഇന്ന് ഏകപക്ഷീയമായിട്ടായാലും ട്രംപ് അങ്ങ് പ്രഖ്യാപിച്ചു 5 ദിവസത്തേക്ക് അറ്റാക്ക് പോസ് ചെയ്തേക്കാണ്. ഈ പോസ് ചെയ്തേക്കാണെന്നാണ് ഇംഗ്ലീഷ് ചാനലുകൾ പലതിലും കാണിക്കുന്നത് കേട്ടോ. റിപ്പബ്ലിക് TV ഉൾപ്പെടെ കാണിച്ചത് അതാണ്. അതായത് ഇത് പോസ് ചെയ്തേക്കാണ് 5 ദിവസത്തേക്കെന്ന്. അത് പോസ് ചെയ്തു. ഏതായാലും ഇനി അത് പക്ഷേ നെതന്യാഹു പറയുന്നില്ല ഇത് പോസ് ചെയ്തെന്ന്. അപ്പോൾ ഇനി നെതന്യാഹു ഇസ്രായേൽ കയറി അറ്റാക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇസ്രായേൽ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം അവരുടെ കയ്യിലൊന്നുമില്ല കാര്യങ്ങൾ, എല്ലാം അമേരിക്ക കൊടുക്കുന്നതാണ്. ഉള്ള പണമെല്ലാം ചിലവാക്കുന്നത് മുതലാളിയാണ്. അപ്പോൾ ഇത് മാത്രം ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞത് ഒരു എക്കണോമിക് വാർഫെയർ ആയിട്ട് മാറി എന്നുള്ളതിൻ്റെ കാരണം ഈ മറ്റ് ഓയിൽ ഇൻസ്റ്റലേഷൻസ് ഉണ്ടല്ലോ, അതായത് സൗദി അറേബ്യ, അവിടെ ആരാംകോ വരെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇറാൻ. അവിടെ പ്രൊഡക്ഷൻ നിർത്തി. അവിടെ നിന്ന് ആരാംകോയിലില്ല. അതേപോലെ തന്നെ ഈ ബഹ്റിനിൽ നല്ല വലിയ നാശം ഉണ്ടാക്കി. ഇവിടെ US താവളങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവൻ ആക്രമിച്ചു. എന്തിന്? 4000-ഓളം കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഡീഗോ ഗാർഷ്യ അതിൻ്റെ ഉത്തരവാദിത്തം അവരേറ്റെടുത്തിട്ടില്ല. ഇറാൻ പറയുന്നു അവരല്ല എന്ന് പറയുന്നു. പക്ഷേ ലോകത്തിൻ്റെയൊക്കെ ബോധ്യം എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. അത് അത്രത്തോളം ദൂരെയുള്ള സ്ഥലം വരെ ടാർഗറ്റ് ചെയ്യാൻ കഴിവുള്ള ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽസ് കയ്യിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ചെറിയ ശക്തിയല്ല. അപ്പോൾ ഇവരെ കുറച്ച് കണ്ടു, അതാണ് പ്രശ്നം. ഇവരൊരിക്കലും ഈ ഗൾഫ് കൺട്രീസിനെ GCC കൺട്രീസിനെ അറ്റാക്ക് ചെയ്യും എന്ന് ട്രംപ് സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചില്ല. ആരും വിചാരിച്ചില്ല. അതാണ് അവരുടെ വിജയം. അവർ അതങ്ങ് ചെയ്തു. കാരണം യവന്മാരെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ ഞങ്ങളെ ആക്രമിക്കുന്ന ഇവിടെ വന്നിരുന്നുണ്ട്. വേണ്ട, അവനെ അടിക്കും. അവർ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം എല്ലാം ഉണ്ടായിക്കോട്ടെ. ദുബായ് എയർപോർട്ട് വരെ അടച്ചിടേണ്ട ഗതികേട് വന്നു. ദുബായ് എയർപോർട്ട് അടച്ചിടുന്നത് മൂലം ഇന്ന് ഉണ്ടാകുന്ന നഷ്ടങ്ങളെന്ന് പറയുന്നത് എത്ര കോടികളാണെന്നറിയാമോ? ഓരോ ദിവസവും നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നഷ്ടമാണ്. പിന്നെ ഓയിലിപ്പം ഇതെല്ലാവരെയും ബാധിച്ചില്ലേ? നമ്മുടെ അടുക്കളയെ വരെ യുദ്ധം വന്നില്ലേ? ഇവിടെ പോലും പാചകവാതകത്തിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നു. അതുപോലും മാർഗമില്ലാതായി, ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞു എന്നുള്ളതാണ് ഒരു വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം. പക്ഷേ അതിപ്പോൾ ഈ എണ്ണ വില കുറഞ്ഞപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുന്നു. അതാണ് ഡോളർ അപ്പോൾ കരുത്താർജിക്കാനുള്ള ഒരു ഒരുക്കമുണ്ട്. അതുകൊണ്ടാണ് അത്. ഏതായാലും ശരി, ഇപ്പോൾ ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഇറാൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ഇറാനുമായിട്ടുള്ള ചർച്ചയിൽ 2 ദിവസമായിട്ട് നടക്കുന്ന ആരോഗ്യപരമായ ചർച്ചയിൽ ഇതങ്ങ് അവിടെ തീരുമാനമാകുന്നു. അങ്ങനെ ഇറാൻ പറഞ്ഞു ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ശരിയാണ്, നമുക്കൊക്കെ കാണാമല്ലോ. ഈ അമേരിക്കൻ പ്രസിഡന്റ് എവിടെയെങ്കിലും രഹസ്യമായിട്ട് പോയിരുന്നോ ചർച്ചയ്ക്ക്? ഇല്ല. ലോകം മുഴുവൻ കാണുന്നതല്ലേ ഇന്നത്തെ കാലത്ത്. ലോകം തന്നെ എല്ലാവർക്കും കാണാവുന്നതല്ലേ. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവസാനം ഈജിപ്തും തുർക്കിയാണ് ഇതിന് ചർച്ച നടത്താനായിട്ടുള്ള ഒരുക്കം വന്നത്. അപ്പോൾ ഇറാൻ 3 കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലേ ചർച്ചയുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ പരമാധികാരത്തെ ഇവർ അംഗീകരിക്കണം. ശരിയാണ്, ഒരു സോവറിൻ സ്റ്റേറ്റ് ആണെന്ന് അവർ അംഗീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഇതുമൂലം ഉണ്ടായ നഷ്ടങ്ങൾ മുഴുവൻ തിരിച്ചു തരണം. അവർ നഷ്ടപരിഹാരം വേണം. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും അമേരിക്കയ്ക്ക് സമ്മതിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മൂന്നാമത്. അതായത് ഇവർക്ക് എവിടെ താവളങ്ങളൊക്കെ ഉണ്ടോ GCC കൺട്രീസിൽ, അറബ് കൺട്രീസിലുള്ള ആ താവളങ്ങൾ മുഴുവൻ അവർ ഒഴിഞ്ഞ് പോകണം. അതിൽ നിന്ന് മുഴുവൻ അവരൊന്ന് വെക്കേറ്റ് ചെയ്യണം. ഇതാണ് അവരുടെ ആവശ്യം. ഇതില്ലെങ്കിൽ ചർച്ചയൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവർ. അപ്പോൾ അവർക്ക് അപ്പർ ഹാൻഡാണ്. യഥാർത്ഥത്തിൽ ഈ ഇറാൻ ഈ യുദ്ധം ജയിച്ചതാണ്. അമേരിക്ക ഈ യുദ്ധം പരാജയപ്പെടുകയും ചെയ്തതാണ്. ഇപ്പോൾ നെതന്യാഹു തന്നെ ഭയന്നുപോയി. ആ 2 അറ്റാക്ക് ഇന്നലെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആ 2 മിസൈൽസും ഉള്ള അറ്റാക്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന്
അവരുടെ ആണവോർജ ഇൻസ്റ്റലേഷൻ അടുത്ത് വരെ പോയി എന്നുള്ളതാണ് പ്രശ്നം. ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി അവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ആ ഡിമോണയിൽ ഉണ്ടായത്. ഡിമോണയിലാണ് ഈ പറഞ്ഞ ഈ ഇൻസ്റ്റലേഷൻ ഉള്ളത്, ആണവോർജ കേന്ദ്രം അവരുടെ ഉള്ളത്. ഇല്ലെന്നാ കൈ പറയുന്നെങ്കിലും അവിടെ ഉണ്ട് സംഭവം. അടുത്തത് അതുപോലെ തന്നെ അരാദിൽ നടത്തിയ അത് വൻ സ്ഫോടനമാണ്, ഭയന്നുപോയി. എന്നിട്ട് നെതന്യാഹു ഇന്ന് പറഞ്ഞത്, ലക്കിലി ഭാഗ്യത്തിന് നോബഡി വാസ് കിൽഡ് എന്നാണ്, ആരും കൊല്ലപ്പെട്ടില്ല. ഇതാണ് കാര്യം. ഇതേ ഉള്ളൂ. കാരണം അതുവരെ എക്സ്ട്രീം വരെ പോകേണ്ട ഗതികേട് വന്നു. ഇനി ഇവർ യുദ്ധം തുടരാൻ തയ്യാറാകത്തില്ല. എങ്ങനെയെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഊരിക്കൊണ്ട് പോകാം, കാരണം ഇവന്മാർ വൃത്തികെട്ടവരെ, അവരോട് ഇത് പോകണ്ട, അവരെ നല്ല ആളുകളല്ല, അവരോട് യുദ്ധം ചെയ്യാൻ കൊള്ളത്തില്ല എന്ന്. അപ്പോൾ ഇതിൻ്റെ അനുഭവിക്കണം. എക്കണോമിക് വാർഫെയർ തുടങ്ങി വെച്ചാരായി രാജ്യത്ത്, ലോകത്ത് ട്രംപാണ് തുടങ്ങി വെച്ചത്. അതായത് അനിയന്ത്രിതമായിട്ട് ചുങ്കം, പിഴച്ചുങ്കം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കാണുന്ന ഇത് മുഴുവൻ അങ്ങോട്ട് ഓരോ രാജ്യങ്ങൾക്ക് അടിക്കാൻ തുടങ്ങിയില്ലേ. അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തേക്ക് നമ്മുടെ എല്ലാം വ്യാപാരം, ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും വ്യാപാരം കയറ്റുമതിയൊക്കെ ഒരുപാട് തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി. വലിയ സാമ്പത്തിക നഷ്ടം പല രാജ്യങ്ങൾക്കും ഉണ്ടായി. നമ്മുടെ പോലും വളരെ വലിയ സാമ്പത്തിക നഷ്ടം നമുക്ക് ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ പല കമ്പനികൾക്കും കയറ്റുമതി അത് ഇങ്ങനെ തുടങ്ങി പിഴച്ചുങ്കം, തോന്നിവാസം ഉള്ള ചുങ്കം എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതല്ലെങ്കിൽ അവിടെ സുപ്രീം കോടതി വരെ വെല്ലുവിളിക്കുന്നത്, അത് ഒരു പേരിൽ അല്ലെങ്കിൽ ഞാൻ വേറൊരു പേരിൽ ഈടാക്കുമെന്നാണ്. എന്നുവെച്ചാൽ വൈരാഗ്യം വെച്ച് അങ്ങ് ചെയ്യുക. ചൈന മാത്രമേ ഉള്ളൂ അതിനകത്ത് ഓടാവില്ല എന്ന് പറഞ്ഞത്. കാരണം ചൈനയ്ക്കത് പറയാം, അവർക്ക് ആ റിസോഴ്സസ് ഉണ്ട്. അവരുടെ സഹായം കൂടി ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തുടങ്ങി വെച്ചത് ട്രംപാണ്. ലോകത്തിനെതിരെ തന്നെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. ഏതായാലും അതിപ്പോൾ ഇറാൻ അങ്ങ് ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇറാൻ്റെ കാല് പിടിക്കണം, അത് നിർത്തണമെങ്കിൽ അതേ മാർഗമുള്ളൂ. അല്ലേ ഇറാൻ തീരുമാനിക്കണം ആരൊക്കെ ഇതിലേ പോകണം, ആരെങ്കിലും കടന്നു പോകണമെന്ന്. അവർ അപ്പുറത്ത് നോക്കിയിരുന്നിട്ട് ഈ ഓയിൽ ഒക്കെ എണ്ണ നിറച്ച ഈ വള്ളങ്ങളും ബോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആളില്ലാത്ത ബോട്ട് കത്തിച്ചങ്ങ് വിട്ടുകൊടുക്കും, തീർന്ന്. അത് കയറി ചെന്ന് ഈ കപ്പലിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഓയിൽ ടാങ്കറാണ് അത്, പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അത് സംഭവിക്കും ഇനിയായാലും. അതുകൊണ്ട് ഒരു രാജ്യത്തിന് കയറി ഇതുപോലെ ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർനാഷണൽ തത്വങ്ങളും നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ടാണ് ഈ യുദ്ധം നടത്തിയത്. യഥാർത്ഥ യുദ്ധം എന്ന് പോലും പറയാനൊക്കത്തില്ല, തെമ്മാടിത്തരം അതാണ് കാണിച്ചേക്കുന്നത്. യുദ്ധമല്ലത്. ഒരു ഇൻ്റർനാഷണൽ ലോസ് മുഴുവൻ, അന്തർദേശീയ നിയമങ്ങൾ മുഴുവൻ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഈ ട്രംപും നെതന്യാഹുവും ഈ നരനായാട്ടം നടത്തിയത്. അതിൻ്റെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ അനുഭവിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിർത്തിയിട്ട് കണ്ട വഴി ഓടണം. ട്രംപ് ഓടിക്കഴിഞ്ഞു, നെതന്യാഹു പുറകെ ഓടും നമുക്ക് കാണാം.